ഫാദർ സ്കോട്ട്, ഒപ്പം തന്നെ അങ്ങും ഇത്തരത്തിൽ ഒരു നിർഭയം പല തീപ്പൊരി പ്രസംഗങ്ങളും സഭയ്ക്കും സമുദായത്തിനും വേണ്ടി നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഇതിൻ്റെ ഒരു ഊർജം എങ്ങനെയാണ്? പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്തരത്തിൽ തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തുന്ന വൈദികരെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്ന ചില അവരുടെ പ്രസംഗങ്ങളിൽ നിന്ന് ചില വാക്കുകളൊക്കെ അടർത്തിയെടുത്ത് പിന്നീട് അത് വിവാദമാക്കുന്ന പല സംഭവങ്ങളും ഈ അടുത്ത നാളുകളിൽ നാം കാണുകയുണ്ടായി. അതിൻ്റെ ലക്ഷ്യം അവരെ മാനസികമായി തളർത്തുക, തകർക്കുക എന്നത്. പക്ഷേ ഇത്തരം പ്രതിസന്ധികൾ അങ്ങേക്ക് നൽകുന്ന ഒരു പാഠം എന്താണ്? അത്തരത്തിലുള്ള ഏതെങ്കിലും അനുഭവം അങ്ങേക്ക് ഉണ്ടായിട്ടുണ്ടോ? ഈ ശക്തമായ രീതിയിൽ സഭയ്ക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ, സമുദായത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധികൾ അങ്ങേക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും കേരള സഭയ്ക്ക് അനുകൂലമായിട്ട്, അല്ലെ സമർപ്പിതർക്ക് അനുകൂലമായിട്ട്, പൗരോഹിത്യത്തിന് അനുകൂലമായിട്ട്, ദൈവജനത്തിനും കുടുംബത്തിനും അനുകൂലമായിട്ട് സംസാരിക്കുമ്പോൾ ഒത്തിരിയേറെ പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമ്മളെ വന്ന് പരസ്യമായിട്ട് തെറിവിളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അവര് അങ്ങേയറ്റം മോശമായിട്ട് കമന്റുകൾ ഇട്ട്, അല്ലെങ്കിൽ മറ്റു പല വിഷയങ്ങളും, പ്രത്യേകിച്ച് ഒരു പുരോഹിതനായതുകൊണ്ട് തന്നെ പൗരോഹിത്യത്തിൽ വന്നിട്ടുള്ള ചില വീഴ്ചകളെ കുറിച്ച് കോട്ട് ചെയ്തുകൊണ്ട് നമുക്കെതിരെ മാനസികമായിട്ട് അവര് നമ്മളെ വല്ലാണ്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ മുമ്പിലും യേശു തമ്പുരാൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നിന്നെ കൊല്ലാൻ കഴിവുള്ളവനെ നീ പേടിക്കണ്ട, കൊന്നു കഴിഞ്ഞിട്ട് നിന്റെ ആത്മാവിന് എവിടേക്ക് പോകണമെന്ന് തീരുമാനിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി നിന്റെ കൂടെ ഉണ്ടെങ്കിൽ അവനെ നീ പേടിക്കണം എന്നുള്ള രീതിയിൽ കർത്താവ് പറഞ്ഞതുപോലെ, എന്നെ കൊല്ലാനോ അല്ലെങ്കിൽ സഭയുടെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നവരെ കൊല്ലാൻ മാത്രം കഴിയുന്നതിന് എന്തിനു നമ്മൾ ഭയക്കണം? അവർക്കതൊരു ഹരമാണ്, അവർക്കതൊരു വിനോദമാണ്. അവർക്ക് നേരെയോ നമ്മളൊന്നും പറയുന്നില്ല. നമുക്ക് നേരെ വരുന്ന കാര്യങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ സമുദായ സ്നേഹമുള്ളവരുടെ ഉത്തരവാദിത്തമാണ്. അത് ഇനിയും ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത് കൊണ്ട് എനിക്കോ എന്റെ നേരെയോ എന്തെങ്കിലും പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാൽ അതിനെ ഞാൻ കണ്ടില്ല എന്ന് തന്നെ നടിക്കും. മുമ്പേ ജോജി ഓർമ്മിപ്പിച്ചതല്ലേ, ചിലരൊക്കെ കുരയ്ക്കും. എല്ലാ കുരയ്ക്കുന്നവർക്ക് നേരെ കല്ലെറിയേണ്ട കാര്യമല്ലെന്നേ. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ കടന്നു പോകുവാൻ വേണ്ടി കുരയ്ക്കുന്നവർ അവിടെ നിന്ന് കുരച്ചോട്ടെ. അതുകൊണ്ടല്ലേ വിസ്റ്റൺ ചർച്ചിൽ പറഞ്ഞത്, നമ്മുടെ യാത്രയിൽ ഒരുപാട് പേര് കുരയ്ക്കുന്നുണ്ടാവും, നമ്മൾ അതിനൊക്കെ കണ്ടില്ല എന്ന് കരുതി നമ്മളങ്ങ് പൊക്കോണം. ആ ഒരു മനോഭാവമാണ് എനിക്കുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു ആവേശപൂർവ്വം അല്ലെങ്കിൽ സഭയ്ക്ക് സമുദായത്തിന് വേണ്ടി നിൽക്കാൻ എന്നെ പ്രാപ്തമാക്കിയത്, പൗരോഹിത്യം സ്വീകരിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ സഭയുടെ യുവജന പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന വ്യക്തിയാണ്. ഈ സഭയുടെ ഒപ്പം നിന്ന് 10-12 വർഷക്കാലം യുവജന പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് സഭ എന്താണെന്നും സഭയുടെ നന്മ എന്താണെന്നും തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഞാൻ പൗരോഹിത്യം സ്വീകരിക്കുവാൻ വേണ്ടി പരിശീലനത്തിലേക്ക് പോയത്. അതുകൊണ്ട് എന്റെ അമ്മയായ സഭയ്ക്ക് നേരെ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇനിയും പ്രതികരിക്കണം, നമ്മൾ പ്രതിഷേധിക്കുക തന്നെ ചെയ്യണം. നമ്മൾ മിണ്ടാതിരിക്കുന്നത് വഴി സഭയെ മുറിപ്പെടുത്തുവാൻ വേണ്ടി ഇനി ആരും കടന്നു വരരുത്. നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമുക്ക് നേരെ ആരൊക്കെ എന്തും പറഞ്ഞുകൊള്ളട്ടെ, അതൊന്നും നമ്മൾ വകവെക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ അത് ചെവി കൊടുക്കേണ്ടതായിട്ട് കാര്യമില്ല. ഇപ്പോൾ അലോഹയുടെയും പിതാവിനെയൊക്കെ ചേർത്ത് വെച്ച് ഒത്തിരിയേറെ കമന്റുകൾ വരുന്നു. നമ്മൾ ആ കുട്ടിയെ വിളിച്ചിട്ട്, മക്കളെ ഞങ്ങളൊക്കെ കേരള സഭ മോളുടെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അതുപോലെ പ്രതിസന്ധികൾ എനിക്കുണ്ടായ സമയത്തും എന്റെ കൂടെ നിൽക്കാൻ ചില ആളുകൾ, ചില വ്യക്തികൾ, യുവജന സഹോദരങ്ങൾ, അച്ഛൻ ഇനിയും സംസാരിക്കണം, അച്ഛന്റെ കൂടെ ഞങ്ങളുണ്ട്, അങ്ങനെ പറയുവാൻ മാത്രം യുവജനങ്ങളെയും ദൈവജനത്തെയും സഭ പ്രാപ്തമാക്കിയത് കൊണ്ട് പിന്നെ ഞാൻ എന്തിനു പേടിക്കണം? നമ്മൾ അതിനെ പേടിക്കുകയല്ല ചെയ്യേണ്ടത്. നമുക്ക് നേരെ ചില വ്യക്തികൾ വളരെ വിദഗ്ധമായിട്ട് സഭാ സ്ഥാപനങ്ങളെയും സഭയെയും പ്രതിരോധിക്കാൻ വേണ്ടി ഒരു പ്രത്യേക വിഭാഗം ഇവിടെ നടക്കുന്നുണ്ട്. അത് ഒരു വൻ ലോബി തന്നെ ഇവിടെയുണ്ട്. അത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് അത് ഹൈജാക്ക് ചെയ്ത് കടന്നു പോയിട്ടുണ്ട്. ആ പ്രസ്ഥാനങ്ങൾ വഴി അവരൊക്കെ സഭയുടെ കൂടെയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടുമ്പോഴും അതിന് പിന്നിലൂടെ നമ്മളെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. സഭയുടെ കൂടെയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമുദായിക നേതാക്കന്മാരും അവിടെയും ഇവിടെയും ഒക്കെ എന്തെങ്കിലുമൊക്കെ ആർക്കും വലിയ തട്ടുമുട്ടുമില്ലാത്ത ചില കേസുകൾ വരുമ്പോഴോ അല്ലെ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴോ അവർ കൂടെ നിൽക്കും. ഒരു ഉദാഹരണം പറഞ്ഞ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങളൊക്കെ സഭയുടെ കൂടാന്ന് പറഞ്ഞുകൊണ്ട് പറയുകയും ഇതുപോലെ സഭയ്ക്ക് നേരെ വലിയ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ മാറി നിന്ന് കൈയടിക്കുകയും ചെയ്യുന്ന സമൂഹമായി ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം. അതുകൊണ്ട് അവരോ അവരുടെ സംഘടനകളോ, അത് വലതായിക്കൊള്ളട്ടെ ഇടതായിക്കൊള്ളട്ടെ നടുവായിക്കൊള്ളട്ടെ, അവരോ അവരുടെ സംഘടനകളോ പറയുന്നതിനെ നമ്മൾ മുഖവില എടുക്കേണ്ട കാര്യമില്ല. കേരളത്തിന്റെ സഭയ്ക്ക് വേണ്ടി, പൊതുസമൂഹത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കും. പൊതുസമൂഹത്തിന് നേരെ ഉണ്ടാകുന്ന വിഷയങ്ങളെ കേരളത്തിലെ ധാർമ്മിക പ്രസ്ഥാനം എന്നതിലുപരിയായിട്ട് മറ്റു പല പ്രസ്ഥാനങ്ങളും സംസാരിക്കുന്ന ഉപരിയായിട്ട് കേരള കത്തോലിക്ക സഭയും സഭയുടെ വക്താക്കളും സഭയുടെ ദൈവജനവും സഭയുടെ യുവജനങ്ങളും ഒന്നിച്ചു നിന്ന് സംസാരിക്കും. ആ ഒരു ബോധ്യം എനിക്ക് ഈ അടുത്ത കാലങ്ങളുണ്ടായി. സഭ പ്രതികരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ അൽമായ സമൂഹം, ഇവിടുത്തെ യുവജന സമൂഹം, ഇവിടുത്തെ വൈദികര് ഒറ്റയ്ക്ക് നിന്ന് പ്രതികരിക്കാൻ വേണ്ടി കാര്യങ്ങൾ തുടങ്ങിയപ്പോഴല്ലേ മറ്റു പലർക്കും ഇത് ഒരു പൊള്ളുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടു പോയത്.
കേവലം ഒരു 18 വയസ്സുള്ള പെൺകുട്ടിയെ അങ്ങനെ സംസാരിക്കാൻ പ്രാപ്തമാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ എന്റെ കൂടെ എന്റെ സഭയും ഞാൻ വിശ്വസിക്കുന്ന യുവജന പ്രസ്ഥാനവും എന്റെ അൽമായ സമൂഹം എന്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം ഈ അടുത്ത നാളുകളിൽ കൊടുക്കാൻ കഴിഞ്ഞത് കൊണ്ടല്ലേ ആ പെൺകുട്ടിക്ക് അങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞത്. ആ ഒരു ബോധ്യം ഈ പൊതുബോധത്തിന്റെ മുൻപിൽ നമുക്ക് കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള വെല്ലുവിളികൾ ഉയർത്തുന്നവർക്ക് ഉയർത്തിക്കൊണ്ടേ ഇരിക്കാം. അമ്മാതിരി ഓലപ്പാമ്പ് കാട്ടി ആരും ഇനിയും സഭയെയോ യുവജനങ്ങളെ പേടിപ്പിക്കാൻ വരണ്ട എന്നാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. കാരണം അങ്ങനെ ആരെങ്കിലും പേടിപ്പിക്കാൻ വന്നാൽ നേരിട്ടിരിക്കും, അതിന് യാതൊരു സംശയമില്ല. നമ്മൾ പ്രതികരിക്കും എന്ന് വെച്ചാൽ അടിച്ചാൽ തിരിച്ചടിക്കും, അങ്ങനെ ഒരു നയം കേരള സഭയ്ക്കില്ല. പക്ഷേ പ്രതികരിക്കേണ്ട സാഹചര്യങ്ങളും പ്രതികരിക്കേണ്ട വേദികളിലും സഭ ഇനി പ്രതികരിക്കും. അതുകൊണ്ട് അങ്ങനെ പ്രതികരിക്കുന്നവരെ വായടപ്പിക്കാമെന്ന് ഒരു പ്രത്യേക വിഭാഗമോ അത് ആരാണെന്നൊക്കെ നമുക്കറിയാം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ ആരും നമ്മളെ പേടിപ്പിക്കാൻ ഇനി വരണ്ട എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തെ സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്.